എല്ലാവർക്കും നമസ്കാരം. മാത്ത് വി ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ ഒരു എക്സാം ഡേറ്റ് വന്നത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ പരീക്ഷ നോട്ടിഫിക്കേഷൻ ഒക്കെ മുമ്പ് വന്ന് അപ്ലിക്കേഷൻ ഒക്കെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞതായിരിക്കും. ആ പരീക്ഷ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും നമ്മുടെ കോഴ്സിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒക്ടോബർ മാസം ആണ് 30-ാം തീയതി, ഒക്ടോബർ 30-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. BSc കലണ്ടറിൽ ഒക്ടോബർ കലണ്ടർ വന്നതിൽ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള പരീക്ഷയാണ് ഇത്, അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. അത് 30/10/2024 പരീക്ഷ നടക്കുന്നത്. ഏകദേശം 38,000 ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയാണ് ഇത്. OMR എക്സാം ആണ്, 100 മാർക്കിന്റെ 1.5 മണിക്കൂറാണ് പരീക്ഷ. ഓക്കെ, അപ്പൊ അതിന്റെ സിലബസ് ആണ് നമ്മൾ ഇവിടെ ആദ്യം നിങ്ങളോട് പറയുന്നത്. സിലബസിൽ നമുക്ക് മാത്തമാറ്റിക്സിന്റെ ഭാഗമുണ്ട്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 630/2023 ആണ്. ഇതിൽ മാത്തമാറ്റിക്സിന്റെ ഭാഗം, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ഭാഗം വരുന്നുണ്ട്. 40 മാർക്കിനാണ് ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഭാഗം നമ്മളോട് മാത്തമാറ്റിക്സ് ചോദിക്കുന്നത്. അതിനകത്ത് 5 മൊഡ്യൂളുകളാണ് ഉള്ളത്. 5 മൊഡ്യൂളുകളിലായിട്ട് ലീനിയർ ഓൾജിബ്ര 8 മാർക്കിന് ചോദിക്കും. അതുപോലെ തന്നെ കാൽക്കുലസ് 12 മാർക്കിന് ചോദിക്കും. ലീനിയർ ഓൾജിബ്രയിലെ മെട്രിക്സ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വരില്ല, ലീനിയർ ഇക്വേഷൻസ്, എക്കലോൺ ഫോം, റാങ്ക്, ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, അതൊക്കെയാണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അതൊക്കെയാണ് ലീനിയർ ഓൾജിബ്രയിൽ വരുന്നത്. കാൽക്കുലസിനകത്ത് വരുന്നത് നമ്മുടെ ഫംഗ്ഷൻസ്, ലിമിറ്റ്, ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽ, അപ്ലിക്കേഷൻ, ഡബിൾ ഇന്റഗ്രൽ, ട്രിപ്പിൾ ഇന്റഗ്രൽ ഒക്കെ വരുന്നുണ്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ്സും അതിന്റെ കുറച്ച് കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. മൊഡ്യൂൾ 2 12 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ മൊഡ്യൂളായിട്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ODയിൽ നിന്നുള്ള ചോദ്യങ്ങൾ 4 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും അതുണ്ടാവുക. ഇതൊക്കെ ഡിഗ്രി സിലബസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡിഗ്രിയുടെ സിലബസ്, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ സിലബസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 4 വളരെ ശ്രദ്ധിക്കണം. 12 മാർക്കിന്റെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മൊഡ്യൂൾ 4 ഉള്ളത്. അത് മീൻ, മീഡിയൻ, മോഡ് മുതൽ അങ്ങോട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം കവർ ചെയ്ത് സെൻട്രൽ ലിമിറ്റ് തിയറം വരെ വന്ന് നിൽക്കുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. 12 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരിക. 4ാമത്തെ മൊഡ്യൂൾ വളരെ സിമ്പിൾ ആയിട്ട് ന്യൂമറിക്കൽ മെത്തേഡ്സ് 4 മാർക്കിന്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇതിനകത്ത് വരിക. ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. നോൺ ലീനിയർ ഇക്വേഷൻസിന്റെയും ലീനിയർ ഇക്വേഷൻസിന്റെയും ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്, റെഗുലർ ഫാൾസി മെത്തേഡ്, ഇന്റർപോളേഷൻ, അതുപോലെ ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേർഡ് ഡിഫറൻസ്, ന്യൂട്ടൺസ് ഡിഫറൻസ് മെത്തേഡ്, ലഗ്രാഞ്ചസ് മെത്തേഡ്, ട്രപ്പീസോയിഡൽ റൂള്, സിംപ്സൺസ് റൂള്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്ത് ചോദിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ 40 മാർക്കുകൾ. എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്, 15 മാർക്കിന്റെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ് ഇതിനകത്ത് വരിക. അതും തന്നെ മൊഡ്യൂൾ 1-ൽ 5 മാർക്ക്, മൊഡ്യൂൾ 2-ൽ 5 മാർക്ക്, മൊഡ്യൂൾ 3-ൽ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങളെ ഫിസിക്സിനകത്ത് പഠിക്കാനുള്ളൂ. കെമിസ്ട്രി കുറച്ചും കൂടെ വൈഡാണ്, 15 മാർക്കാണെങ്കിലും കൂടെ ടോപ്പിക്സ് കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 3 മൊഡ്യൂളുകളിലായിട്ട് നമുക്ക് 5 മാർക്കുകളാണ് ഉള്ളത്. പിന്നെ വരുന്ന 30 മാർക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നും വരുന്നതാണ്. അതിൽ 3 മൊഡ്യൂളുകളിലായിട്ട് നമുക്ക് 5 മൊഡ്യൂളുകളിലായിട്ട് നമുക്ക് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും വരിക. അപ്പൊ ഇത്രയാണ് സിലബസിനകത്ത് ഇതിന്റെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സിലബസിനകത്ത് വരുന്നത്. പുതിയ സിലബസ് ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിലബസ് ആയതുകൊണ്ട് ഓൾറെഡി പ്രിപ്പറേഷൻ തുടങ്ങിയ ആളുകളൊക്കെ മാത്തമാറ്റിക്സിന്റെ ഭാഗത്ത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അല്ലെ. മാത്സ് പുതിയതായിട്ടുള്ള സിലബസ് വന്നപ്പോൾ കുറച്ച് അഡീഷണൽ ടോപ്പിക്കുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ മാത്ത് വി ലേണിംഗിൽ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫോർ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് മാത്തമാറ്റിക്സിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ്സസ് ഓൾറെഡി ഉണ്ട്, കുറച്ച് ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക്, കുറച്ച് ക്ലാസ്സുകൾ ലൈവ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇത് എക്സാം വരെയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ആക്സസ് ഉണ്ടാവും എന്ന് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള PYQs ഉപയോഗിച്ച് PSC ഈ സിലബസിൽ ചോദിച്ചിട്ടുള്ള PYQs ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈവ് റിവിഷൻസും നിങ്ങൾക്ക് ഇതിനകത്ത്
അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്തമാറ്റിക്സ് പഠിക്കാൻ ഇനി വേറെ കോഴ്സുകളെ പറ്റിയോ വേറെ ടെക്സ്റ്റുകളെ പറ്റിയോ ഒന്നും അന്വേഷിക്കേണ്ടി വരില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫീ വരുന്നത് 999 ആണ്. ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് 699 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് 699 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. 8943921124. ഈ ഒരു പരീക്ഷ അറിയാത്ത പോയ ഒരുപാട് പേരുണ്ട്, അറിയാവുന്ന ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് എഴുതുന്ന ആളുകളുണ്ടാവും. ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ബൈ ബൈ.